Hi friends, today I would like to speak a few words about some habits, some addictions, and how meditation can help us overcome it. Meditation can replace that addictions. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് റിലാക്സ് ചെയ്യാനും ഒരു പുതിയൊരു ഉണർവും ഊർജ്ജവും ഒക്കെ നൽകാനുള്ള ഒരു ഹാബിറ്റാണ് മെഡിറ്റേഷൻ. പക്ഷേ പല ആളുകളും എന്താ ചെയ്യാമെന്ന് വെച്ചാൽ റിലാക്സ് ചെയ്യാനായിട്ട് മറ്റു പല കാര്യങ്ങളിലേക്കും ശ്രദ്ധ തിരിക്കും. ഫോർ എക്സാമ്പിൾ സ്മോക്കിംഗ് അല്ലെങ്കിൽ ഡ്രിങ്കിങ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ മനുഷ്യന് ഏറ്റവും അധികം ആവശ്യമുള്ളതാണ് റിലാക്സേഷൻ. അപ്പോൾ അത് എപ്പോഴും ആവശ്യമാണ്. അപ്പോൾ എന്ത് ചെയ്യും? എപ്പോഴും സ്മോക്ക് ചെയ്യും, അല്ലെങ്കിൽ എപ്പോഴും ഒരു ആൽക്കഹോളിക് ആകാനുള്ള ചാൻസ്. അത്രയും ആ ഒരു മനുഷ്യൻ്റെ ആവശ്യമാണ് റിലാക്സേഷൻ, സമാധാനം, സന്തോഷം എന്നൊക്കെ പറയും. പക്ഷേ അതൊരു തെറ്റായ വഴിയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ അത് വളരെ നോർമലൈസ്ഡ് ആണ് അല്ലേ? പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എത്ര വിചിത്രമാണ്. ഒരു 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 സാധനം നമ്മൾ എടുക്കുന്നു, ഒരു കുഴൽ പോലെ സാധനം നമ്മൾ കത്തിക്കുന്നു, ടൊബാക്കോ കത്തിക്കുന്നു, അത് നമ്മൾ ഉള്ളിലേക്ക് പുകയെടുക്കുന്നു. പുക മനുഷ്യന് ആവശ്യമേ ഇല്ല, അതെടുക്കുന്നു, അത് പിന്നെ പുറത്തേക്ക് വിടുന്നു. അപ്പം ഇതൊരു നാച്ചുറൽ വേ അല്ല, മനുഷ്യൻ്റെ റിലാക്സ് ചെയ്യാൻ ഒരു നാച്ചുറൽ വേ അല്ല. പക്ഷെ അത് നമ്മൾ വളരെയധികം നോർമലൈസ് ചെയ്തിട്ടുണ്ട് സൊസൈറ്റിയിൽ. ഒരുപക്ഷെ നമ്മൾ സിനിമകളും അല്ലെങ്കിൽ മറ്റു ആളുകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് അത് വളരെ സാധാരണമാണ്, റിലാക്സ് ചെയ്യാൻ സ്മോക്കിംഗ് ആണെന്നുള്ളൊരു ചിന്താഗതിയിലേക്കാണ് പലരും എത്തിയിരിക്കുന്നത്. പക്ഷെ അത് കൂടാതെ തന്നെ മനുഷ്യന് ഒരു സമാധാനത്തിലേക്കും ചിന്തകളില്ലാത്തതും വറീസ് ഇല്ലാത്തൊരു അവസ്ഥയിലോട്ടൊക്കെ എത്താൻ സാധിക്കും. അത് മെഡിറ്റേഷനിലൂടെ ആണ് സാധിക്കുക. അതാണ് മെഡിറ്റേഷൻ എന്നുള്ളൊരു ആക്ടിവിറ്റി. എനിക്ക് തോന്നുന്നത് നമ്മുടെ ആളുകൾക്ക് അതിനെപ്പറ്റി ഒരു അവയർനെസ് ഇല്ലാത്തത് കൊണ്ടാണ് എന്നുള്ളതാണ്. ഞാൻ പറയട്ടെ, ഇപ്പോൾ രജനീകാന്ത് ചില സിനിമകളിലൊക്കെ സ്മോക്ക് ചെയ്ത ഒരു സ്റ്റൈലായിട്ടൊക്കെ നമ്മൾ കാണാറുണ്ട്. അതൊരു സ്റ്റൈലായിട്ട് നമ്മളത് ആസ്വദിക്കാറുണ്ട്. പക്ഷെ ഒരു സത്യം എന്താണെന്ന് വെച്ചാൽ രജനീകാന്ത് ആ സിനിമ ആക്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ രജനീകാന്ത് പോയിട്ട് പ്രാണായാമം, മെഡിറ്റേഷനാണ് രജനീകാന്ത് ചെയ്യുക. അപ്പോൾ അവർക്ക് ഒരു അവയർനെസ് പുള്ളിക്കുണ്ട്. പക്ഷെ നമ്മളത് കാണുന്നവർക്ക് പലർക്കും അതില്ല. പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര എക്സ്പെൻസീവ് ആണ് അല്ലേ? നമുക്ക് റിലാക്സ് ചെയ്യണം തോന്നുമ്പോൾ ഈ സ്മോക്ക് അഡിക്ഷൻ ആയിട്ടുള്ള ആളുകൾ സ്മോക്കിങ്ങിലോട്ടാണ് നിരന്തരം. അത് ശരിക്കും ഒരു 1-2 മിനിറ്റ് ഒരു സമാധാനം പോലെ തോന്നുന്നേ ഉള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് ഇത്ര പൈസ ചെലവാക്കിയിട്ട് ആളുകൾ സ്മോക്കിങ് ചെയ്യണം. മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. വെച്ചാൽ ഇതേ ആളുകൾ വേറെ കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും എക്സ്പെൻസ് ഒക്കെ ചെലവാക്കുമ്പോൾ പറയും, ഇത് എന്താ എത്ര ചെലവാക്കണം, അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്നൊക്കെ പറയുന്ന ആൾക്കാർ ചിലപ്പോൾ 1-2 മിനിറ്റ് സമാധാനത്തിന് വേണ്ടിയിട്ട് ഒരു പാക്കറ്റ് സിഗരറ്റ് വാങ്ങിയിട്ട് അത് വലിക്കുന്ന ആളുകളാണ്. അപ്പം അത് എനിക്ക് മനസ്സിലാക്കുന്നത് കൃത്യമായ ഒരു മെഡിറ്റേഷനെ കുറിച്ചുള്ള അവയർനെസ് ഇല്ലാത്തതാണ്. അപ്പം മെഡിറ്റേഷൻ സ്ഥിരമായി പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് സിഗരറ്റിൻ്റെയോ അല്ലെങ്കിൽ മറ്റെന്ത് കാര്യങ്ങളുടെയോ ആവശ്യമില്ല റിലാക്സ് ചെയ്യാനായിട്ട്. അവർ റിലാക്സ് ചെയ്യാനുള്ള ടെക്നിക്ക് മനസ്സിലാക്കി കഴിഞ്ഞു എന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെല്ലാവരും മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യണം. അതാണ് നമ്മൾ റിലാക്സേഷനും ഹാപ്പിനെസ്സിലേക്കും ഒക്കെ ഉള്ള ഒരു ശരിയായ മാർഗം എന്നാണ് എനിക്ക് പറയാനുള്ളത്.